കോട്ടയം മെഡിക്കൽ കോളേജിൽ കരയുന്ന കണ്ണുകളോട് IF-ൻ്റെയും ചില കരച്ചിലുണ്ട്. അതിൽ PM വാസനോടൊരു കാര്യം. വാസൻ, അങ്ങെന്താ പറഞ്ഞത്? അങ്ങ് പറഞ്ഞെന്താ? ഇവിടെ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമാണ്. വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലത്ത് മനുഷ്യരെ ഇട്ടേക്കുന്നെങ്കിൽ ഈ മനുഷ്യരല്ലേ വേസ്റ്റ്? അങ്ങയുടെ ആദ്യത്തെ പോയിൻ്റ് വേസ്റ്റാണ് ഈ സ്ഥലത്ത് ഇട്ടേക്കുന്നതാണ്. അതങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് മനുഷ്യരാണോ അല്ലാതെ മറ്റെന്തെങ്കിലും ആണോ? അവിടെ വിരിച്ചിട്ടിരുന്ന കട്ടിലുകളല്ലല്ലോ, കസേരകളല്ലല്ലോ, ടേബിളല്ലല്ലോ, വെച്ചിരുന്ന മരുന്നല്ലല്ലോ. അപ്പോൾ അത് വേസ്റ്റ് ഏതാ? മനുഷ്യരല്ലേ? ഓക്കെ, ആ വേസ്റ്റാണ് താഴട്ടേക്ക്. ഇനി കൂടെ നിന്ന് വീണ ജോർജ് കൂടെ നിന്ന് കള്ളം പറഞ്ഞ് ശീലിച്ചു പോയി. നല്ല കാര്യമാണ്. ഇനി ആ വീണ ജോർജിനോടൊരു കാര്യം, ഞങ്ങൾ അടച്ചിട്ടിരുന്നതാണ്, തുറന്നിട്ടില്ല, തുറക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഇപ്പം വൈകുന്നേരത്തെ എന്ത് പറഞ്ഞേ? റിപ്പോർട്ട് തന്നേക്കുന്നതനുസരിച്ച് ഞങ്ങൾ സംസാരിച്ചു. രാവിലെ ഏതായിരുന്നു റിപ്പോർട്ട് കയറ്റുന്നത്? വീണ ജോർജ്, ഇത്രത്തോളം കള്ളം പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മന്ദബുദ്ധികളല്ല കേരളത്തിലുള്ള മനുഷ്യർ. ഇത് ഇത്രയും മനസ്സിലാക്കുക. ഇനിയും ഒരു വാൽകഷ്ണം പോലെ ചോദിച്ചോട്ടെ, വീണ ജോർജ് പറഞ്ഞിട്ടാണോ പറയാതാണോ അവിടെ കിടന്ന രോഗികൾ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഇമ്മീഡിയറ്റ് ഡിസ്ചാർജ് ചെയ്യുക, ഇനിയും ബാക്കി ഫെസിലിറ്റീസൊക്കെ വരുമ്പോഴേ തിരിച്ചു വിളിക്കുക. അപ്പോഴത്തേക്ക് എത്ര ചെത്ത് കാണും? ഇങ്ങനെയൊക്കെ ഡിസിഷൻ എടുത്ത് പുറത്ത് പറയാൻ അവിടുത്തെ DMO ആണോ സൂപ്രണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അവർക്കൊക്കെ പറയാൻ അധികാരം കൊടുത്തേക്കുന്നത് നിൻ്റെയൊക്കെ അവകാശത്തിൻ്റെ പേനയുടെ തുമ്പിലുള്ള മഷിയാണെങ്കിൽ ഇത് തിരികെ ചോദിക്കാൻ ലോകത്തിൽ മനുഷ്യരുണ്ട്. വിദ്യാഭ്യാസവും വിവരവും ചിന്തിക്കുകയും വേർപ്പിൻ്റെ തുള്ളികൾ കൊണ്ട് നെല്ലുണ്ടാക്കുന്ന കർഷകപ്പാടത്ത് ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർ തിരിച്ചു വയ്ക്കും. കാരണം അവരുടെ ആഹാരത്തിൻ്റെ ഊർജ്ജമാണ് നിൻ്റെയൊക്കെ ശമ്പളം. മറക്കാതിരിക്കുക. പേര് ജോൺസൺ കരൂർന്ന, അഡ്രസ്സ് വേണം, പറഞ്ഞുതരാം, സെർച്ച് ചെയ്താൽ മതി, കിട്ടും.